നമസ്കാരം, ഞാൻ ജിത്തു. രേവതി നക്ഷത്രം, ആധാർ നമ്പർ 122833, പിൻ 686673. നിങ്ങൾ വിചാരിക്കും ഞാനിതൊക്കെ നിങ്ങളോട് പറഞ്ഞ എന്തിനാണ്. ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ വരുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു മാഡത്തിനെ സന്തോഷിപ്പിക്കാനുള്ള നമ്പറുകളുമായിട്ട് വരണമെന്ന്. ഇതൊക്കെ നല്ല നമ്പറുകളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ എൻ്റെ സ്കൂളിൽ പഠിച്ച കുറച്ച് ഓർമ്മകൾ നിങ്ങളോട് പറയാം. ഞാൻ കോളേജിൽ പഠിച്ച ഓർമ്മകൾ പറയാമെന്ന് വിചാരിച്ചാണ് വന്നത്. പക്ഷേ ഞാൻ 10ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. അതുകൊണ്ട് ഈ കോളേജിൽ ഓർമ്മകൾ പറയുന്നതിൽ എനിക്കൊരു 75% ബുദ്ധിമുട്ടുണ്ട്. പണ്ട് ഞങ്ങളുടെ സ്കൂളിൽ എന്ന് പറഞ്ഞാൽ ഒരു കായിക വിനോദം ഉണ്ടായിരുന്നു. അത് സ്ഥിരമുള്ള കായിക വിനോദമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ചെരുപ്പെടുത്ത് ഓടിൻ്റെ മേലേക്ക് എറിയും, എന്നിട്ട് താഴേക്ക് വരുമ്പോൾ ഇങ്ങനെ പിടിക്കും. അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരനും ഈ വിനോദത്തിൽ ഏർപ്പെടാനായിട്ട് ഞങ്ങൾക്ക് എക്യുപ്മെൻ്റ് ഇല്ല. കാര്യം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചെരുപ്പില്ല. അപ്പോൾ ഇവൻ ചോദിച്ചേടാ നമ്മളിത് അങ്ങനെ കളിക്കും. അപ്പൊ ഞാൻ പറയടാ നമുക്ക് ചെരുപ്പില്ലല്ലോ. ഇവൻ എന്നെ മൂപ്പിക്കാൻ തുടങ്ങി. മൂപ്പിക്കാൻ മീൻസ് മോട്ടിവേഷൻ. അന്ന് ഈ മോട്ടിവേഷന് അങ്ങനെ ഒരു പേരില്ല. അന്ന് പറയുന്ന പേരാണ് മൂപ്പിക്കുക. ഇവൻ പറഞ്ഞു ഈ ചെരുപ്പില്ലല്ലോ നമുക്ക്, നീ നിന്റെ നിക്കർ ഊരിയിട്ട് മേലേക്ക് ഇടുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു നിക്കർ ഊരിയിട്ട് മോശമല്ലേ, ഷർട്ട് നീണ്ടു കിടക്കുമല്ലേ, നീ ഇട്ടോളാൻ പറഞ്ഞു. ഇവന്റെ മൂപ്പിക്കൽ മോട്ടിവേഷനിൽ ഞാൻ ഈ നിക്കർ ഊരിയിട്ട് മേലേക്ക് ഇട്ടു. ഈ ചെരുപ്പിന്റെ ഫ്ലോ ഈ നിക്കറിന് കിട്ടിയില്ല. നിക്കർ അവിടെ തങ്ങി. ആ സെക്കൻഡിൽ തന്നെ നമ്മുടെ കൂട്ടുകാരൻ പോയി കളഞ്ഞു. ഞാൻ ഈ നിക്കറില്ലാണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എന്തായാലും നിക്കർ എടുത്തല്ലേ പറ്റുള്ളൂ. ഞാൻ മേലെ കയറി നിക്കർ എടുക്കുന്ന സമയത്ത് എൻ്റെ ഭാഗ്യത്തിന് ബെല്ലടിച്ചു. ആ സ്കൂളിലെ സർവ്വ പിള്ളേരും സാറുമാരും താഴെ വന്ന് മേലേക്ക് നോക്കി. ഇതിനകത്ത് സെൻസർ ബോർഡ് ഇടപെടരുത്. ഒരു 2ാം ക്ലാസ്സുകാരനാണ് നിക്കർ ഇല്ലാതിരിക്കുന്നത്. അതിൽ വലിയ അശ്ലീലമില്ല. അതോ ഉണ്ടെങ്കിൽ തന്നെ ഒരു ചെറിയ അശ്ലീലം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ 5ാം ക്ലാസ്സിലെത്തി. 5ാം ക്ലാസ്സിലെത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് സയൻസിലൊരു ചോദ്യം വന്നു, സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്നത് എങ്ങനെ. അപ്പോൾ എനിക്കാണെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ബാക്കി ആസിഡൊക്കെ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് എനിക്കറിയാം. എനിക്ക് ഒരു ആസിഡിനെ കുറിച്ച് അറിയാൻ പറയാം. ഇപ്പോഴാണെങ്കിൽ നമുക്ക് യൂറിക് ആസിഡിൻ്റെ കാര്യങ്ങളും പറയാം. അന്ന് അത് പറഞ്ഞുകൂടാ. അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്നവൻ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ പതുക്കെ നോക്കുമ്പോൾ ഇവൻ്റെ പേപ്പറിൽ ഒരു കോണിക്കൽ ഫ്ലാസ്ക് എടുക്കുക, അത് ബർണറിൽ വെച്ച് ചൂടാക്കുക, അതിലേക്ക് കുറച്ച് രാസപദാർത്ഥങ്ങൾ ചേർക്കുക, അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിത് നോക്കി അവനെ ഫോളോ ചെയ്ത് ഇങ്ങനെ എഴുതി വന്നു. ഞാൻ കോണിക്കൽ ഫ്ലാസ്ക് എടുത്ത് ബർണറിൽ വെച്ചപ്പോഴത്തേക്ക് ഇവൻ പേപ്പർ തിരിച്ചു കളഞ്ഞു. ഇത് ഇടേണ്ട സാധനങ്ങൾ എന്താണെന്ന് എനിക്ക് പിടുത്തം കിട്ടിയില്ല. അത് അപ്പുറത്തെ വശത്തായിപ്പോയി. ഞാൻ എന്ത് വേണ്ടെന്ന് വിചാരിച്ചിങ്ങനെ ഇരുന്നിട്ട് എനിക്കൊരു ഐഡിയ തോന്നി. ഞാൻ അവസാനം എഴുതി, എന്തിനേറെ പറയുന്നു, ഇനി മറ്റു ചേരുവകൾ കൂടി ചേർത്താൽ സൾഫ്യൂരിക് ആസിഡ് തയ്യാറാവാതെ തരമില്ലല്ലോ. അങ്ങനെ ആ ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഹൈസ്കൂളിലേക്ക് എത്തി. ഹൈസ്കൂളിലേക്ക് എൻ്റെ ചാച്ചൻ പറഞ്ഞു, എടാ പുതിയ സ്കൂളാണ്, അധ്യാപകരുടെ വാക്കുകൾ ധിക്കരിക്കരുത്, അവരുടെ ഗുരുത്വദോഷം മേടിച്ച് വെക്കരുത്. അപ്പോൾ എന്നെ പഠിപ്പിക്കുന്ന സാറ് പറഞ്ഞു, മക്കളെ ഇപ്പം നമ്മൾ പഠിക്കേണ്ട പ്രായമാണ്. സിനിമ, കളി അതൊന്നുമല്ല ചിന്ത. നമ്മൾ എപ്പോഴും പഠനത്തിൽ ശ്രദ്ധിക്കണം. പക്ഷേ എനിക്ക് എൻ്റെ കൂട്ടുകാരനും ഒരു അബദ്ധം പറ്റി. കാര്യം ഞാൻ അധ്യാപകൻ്റെ വാക്ക് ധിക്കരിച്ചു. വേറെ ഒന്നുമല്ല, ഈ സ്പോർട്സ് നടക്കുന്ന സമയത്ത് ഞാനും ഇവനും കൂടിയിട്ട് ഒരു സിനിമ കാണാൻ പോയി. അപ്പോൾ ക്ലാസ് കട്ട് ചെയ്തിട്ടൊന്നുമല്ല, സിനിമ കാണാനായിട്ട് ചെന്നു. നമ്മുടെ അടുത്ത ടൗണിലുള്ള തിയേറ്ററിൽ കയറി. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്, ദൈവമേ ആരും കാണരുതേ. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഫുൾ കൂറ്റാക്കൂരിട്ടിട്ട് സന്തോഷമായി. കാരണം ആരുമില്ല, സ്ക്രീനിൽ വെളിച്ചം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളൊരു സീറ്റിൽ പോയിരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഈ കണ്ണിൻ്റെ പെർസിസ്റ്റൻ്റ് ഓഫ് വിഷൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. കാരണം ചുറ്റുമുള്ളത് കാണാൻ തുടങ്ങി. അതിൻ്റെ പേര് അതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ കണ്ണിൻ്റെ ഒരു കഴിവ്. അപ്പോൾ നോക്കുമ്പോൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ സാറും എൻ്റെ അപ്പനും അമ്മയും അല്ലാത്ത സർവ്വ ആൾക്കാരും ആ തിയേറ്ററിനകത്തുണ്ട്. എൻ്റെ ചേട്ടന്മാർ, നാട്ടോടെ ചേട്ടന്മാർ, അയൽക്കാർ എല്ലാവരും ആ പടത്തിനുണ്ട്. അങ്ങനെ ഈ സിനിമ കാണാൻ പോയവർ നാട്ടിലിറങ്ങി സ്കൂളിൽ ഇറങ്ങി മൊത്തം കുഴപ്പമായി. സാറ് പറഞ്ഞു, ചാച്ചനെ വിളിച്ചുകൊണ്ടൊന്ന് ക്ലാസ്സിൽ കയറി മതി എന്ന് പറഞ്ഞു. എൻ്റെ ചാച്ചനാണെങ്കിൽ ഒരു സഹൃദയനാണ്. ഞാൻ പറഞ്ഞു, ചാച്ച ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിപ്പോയി. ക്ലാസ് കട്ട് ചെയ്തല്ല പോയത്, ഞങ്ങൾ സ്പോർട്സിൻ്റെ സമയത്ത് ഒരു സിനിമ കാണാൻ പോയി. അപ്പോൾ ഒന്ന് ക്ലാസ് വരെ വരണം എന്നാണ് പറയുന്നത്. ഞാൻ ചാച്ചൻ പറഞ്ഞു, ശരി വരാം, എന്തായാലും നിങ്ങൾ ക്ലാസ് കട്ട് ചെയ്തല്ലല്ലോ പോയത്. അങ്ങനെ ചെന്ന് ചാച്ചൻ പറഞ്ഞു, സാറേ ഇത് അവർ ക്ലാസ് കെട്ടി പോയതല്ലല്ലോ, സ്പോർട്സിൻ്റെ ഒന്നല്ലേ, ഒന്ന് ക്ഷമിച്ചുകൂടെ. അപ്പോൾ കുട്ടികളല്ലേ, ഒരു സിനിമ കാണാനുള്ള താല്പര്യമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ അധ്യാപകൻ പറയാണ്, അതെ ഇവൻ സിനിമ കാണാൻ പോയെന്നുള്ളതല്ല മെയിൻ പ്രശ്നം, ഇവർ കണ്ട സിനിമയാണ് പ്രശ്നം. അപ്പോൾ ഇവർ പ്രായപൂർത്തിയവർക്ക് മാത്രം കാണാൻ പറ്റുന്ന സിനിമയാണ് കണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു പ്രായപൂർത്തിയവർക്ക് മാത്രമുള്ള സിനിമയാണെന്ന്. അതിൻ്റെ പേര് കേട്ടാൽ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു പേരാണ്. ഇവൻ പറയുകയും ചെയ്തു, 2 തുമ്പികൾ പരസ്പരം കിന്നരിക്കുന്ന ഒരു സിനിമയാണ്. പടത്തിൻ്റെ പേര് കിന്നാര തുമ്പികൾ. ഈ പടം കണ്ടതോടെ നമുക്ക് നാട്ടിലെ കുറേ സ്ഥാനപ്പേരുകൾ കിട്ടാൻ തുടങ്ങി. ഒന്ന് ഷക്കീല പടത്തിൻ്റെ സ്ഥിരം പ്രേക്ഷകൻ, അശ്ലീല സിനിമകളുടെ ആരാധകൻ, കൗമാര ലൈംഗികതയുടെ അമരക്കാരൻ, അങ്ങനെയൊക്കെയുള്ള പേരാണ് എൻ്റെ തലയിൽ വന്ന് ചേർന്നത്. അപ്പോൾ ഈ കൂട്ടുകാരൻ ബുദ്ധിമാനാണ്. ഇവൻ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലുണ്ട്. ഇവൻ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോയിട്ട് ഇവൻ പ്രാർത്ഥിച്ച് സാക്ഷ്യം പറഞ്ഞു കളഞ്ഞു. ഒരു വൃത്തികെട്ട കൂട്ടുകാരനാണ് എനിക്കുണ്ടായിരുന്നത്. അവൻ്റെ കൂട്ടുകെട്ടിൽപ്പെട്ട് ഞാൻ വൃത്തികെട്ട സിനിമകൾ കാണാൻ പോയി.
അങ്ങനെ ഇവനെ പാസ്റ്റർ പാപമോചനാക്കി. എൻ്റെ പാപം പോയില്ല. ഞാൻ എന്തെന്ന് വിചാരിച്ചിങ്ങനെ ഇരുന്ന് ഞാൻ അമ്പലത്തിൽ ശാന്തിയോട് ചോദിച്ചു, ശാന്തി ഇങ്ങനെ ഒരു സിനിമ കണ്ടുപോയി, അവനാണ് ഈ സാക്ഷ്യം പറഞ്ഞു പാപമോചനായി, എനിക്ക് പാപം കളയാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അപ്പോൾ ചോദിച്ചു ഏത് പടം കണ്ടത്? ഞാൻ പറഞ്ഞു ഇങ്ങനെ കിന്നാരത്തുമ്പി ശക്തി പടമാണ്. അങ്ങനെ 2 മുൻവിളക്കും ഒരു പിൻവിളക്കും ഒരു ധാരയും കഴിച്ചോളാൻ പറഞ്ഞു. എൻ്റെ കയ്യിലുള്ള പൈസക്ക് ഞാൻ മുൻവിളക്കും പിൻവിളക്കും ധാരയൊക്കെ കഴിച്ചു. പക്ഷെ ഇത് ആരെങ്കിലും അറിയണുണ്ടോ നമ്മൾ ചെയ്തത്? ആ പാവം എൻ്റെ തലയിൽ തന്നെ ഇരുന്നു. പിന്നെ അടുത്ത കൊല്ലമായി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ തീരുമാനിച്ചു ഇനി ഒരിക്കലും ഈ സാറുമാരുടെ വാക്കുകൾ ധിക്കരിക്കരുത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഒരു സാറുണ്ട്, പുള്ളി ഇച്ചിരി വിപ്ലവകാരിയാണ്. പുള്ളി പറഞ്ഞു നമ്മൾ എപ്പോഴും അനീതിക്കെതിരെ പോരാടണം, സമൂഹത്തിൽ അനീതിക്കെതിരെ പ്രതികരിക്കണം, എപ്പോഴും നമ്മുടെ ഉള്ളിലൊരു ഫയർ സൂക്ഷിക്കണം. അപ്പൊ ഈ സാക്ഷ്യം പറഞ്ഞ അടുത്തിരുന്നവൻ പറയാ സാറേ ഇപ്പൊ തന്നെ അവന്റെ വായനകത്ത് 2 ഫയർ ഉണ്ടെന്ന്. എന്തായാലും അങ്ങനെ അതും വീട്ടിലറിഞ്ഞ് നാണം കെട്ട് അങ്ങനെയായി. പിന്നെ അടുത്തെന്ന് വെച്ചാൽ ഞങ്ങൾ പഠിക്കാനൊക്കെ മോശമാണെങ്കിലും ഞങ്ങൾ ഈ നാടകം കളിക്കാനും അങ്ങനെയൊക്കെ ഞങ്ങൾ ഭയങ്കര മിടുക്കന്മാരായിരുന്നു. അപ്പൊ ഞങ്ങൾ സ്കൂൾ കലോത്സവത്തിന് ഒരു നാടകം കളിച്ചു, ഒരു പെരുന്തച്ഛൻ്റെ നാടകം. ഞങ്ങൾക്കത് ഉപജില്ലയിലേക്ക് സെലക്ഷൻ കിട്ടി. ഉപജില്ലയിലേക്ക് സെലക്ഷൻ കിട്ടി കഴിഞ്ഞിട്ട് ഈ നാടകത്തിന്റെ എന്ന് വെച്ചാൽ പെരുന്തച്ഛൻ മകനെ ഉളിയെറിഞ്ഞു കൊല്ലുന്നു, അവസാനം പെരുന്തച്ഛൻ ഇതിൽ കുറ്റബോധത്തോടെ ആത്മഹത്യ ചെയ്യുന്നു. അങ്ങനെയൊക്കെയാണ് ഈ കഥ. അങ്ങനെ ഉപജില്ലയിലേക്ക് സെലക്ഷൻ കിട്ടി കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട്, അവനാണ് ഈ കീബോർഡ് പഠിക്കുന്നവനാ. അവന് ഇതൊന്ന് ഈ കീബോർഡ് എവിടെയെങ്കിലും കാണിക്കുക ഒന്ന് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവന് അവസരം കിട്ടിയില്ല. അവൻ പറഞ്ഞേടാ ആ നാടകത്തിന്റെ ലാസ്റ്റ് നമുക്കൊരു പഞ്ച് മ്യൂസിക് ഇടാം. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പോൾ സ്കൂളിൽ ചെയ്തിട്ടില്ല, ഉപജില്ലയിൽ പോയിട്ട് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷേ നമുക്ക് റിഹേഴ്സലൊന്നും ഈ ഇത് കിട്ടിയില്ല. അങ്ങനെ നമ്മൾ ഉപജില്ലയിൽ നാടകം കളിക്കുമ്പോഴാണ് ഇവനീ ഇത് കൊണ്ടുവരുന്നത്, കീബോർഡ് കൊണ്ടുവരുന്നത്. പറഞ്ഞു ഞാൻ ഇട്ടേക്കാം, പഞ്ച് മ്യൂസിക് ഇട്ടേക്കാന്ന് പറഞ്ഞു. അങ്ങനെ നാടകം തുടങ്ങി. പെരുന്തച്ഛനായിട്ട് ഞാനാ മകനെ കൊന്ന് കുറ്റബോധത്തോടെ മരിക്കാൻ നിന്ന് നാടകം തീർന്നു, നല്ല ഗംഭീരമായിട്ട് തീർന്നപ്പോൾ പഞ്ച് മ്യൂസിക് ഇട്ടേക്കുക. സാരേ നല്ല ഒരു പഞ്ച് മ്യൂസിക്, അതായത് പെരുന്തച്ഛന് പറ്റിയ ഒരു പഞ്ച് മ്യൂസിക്. സ്കൂളിലെ ജീവിതമൊക്കെ അങ്ങനെ പോയി. എന്തായാലും ഓണക്കാലം ആയതുകൊണ്ട് ഈ അടുത്ത് തന്നെ എൻ്റെ മകന് കഴിഞ്ഞ വർഷം ഓണക്കാലത്ത് സംഭവിച്ച ഒരു കഥയും കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോന് ഈ ഗപ്പിയൊക്കെ വളർത്തുന്ന സ്വഭാവമുണ്ട്. അപ്പോൾ അവൻ ഗപ്പി വളർത്തിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കും. അപ്പോൾ സ്കൂളിൽ ഏതൊരു കൂട്ടുകാരന് വേണ്ടി ഒരു ഗപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു എടാ സ്കൂളുള്ളപ്പോൾ തരാൻ പറ്റില്ല, നമുക്ക് ഓണാഘോഷം നടക്കുന്ന സമയത്ത് കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ട് ഇവനൊരു കുപ്പിക്കകത്ത് ഓണാഘോഷ പരിപാടി നടക്കുമ്പോൾ ഈ ഒരു 10-25 ഗപ്പീനെയും ആക്കിയിട്ട് ഈ ഗപ്പി അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്തൊരു പ്ലാസ്റ്റിക് ഗ്ലാസ് ചുറ്റി കൈ പിടിച്ചോണ്ട് സ്കൂളിൽ പോയി. അപ്പോൾ സ്കൂളാണെങ്കിൽ ഓണാഘോഷ പരിപാടി നടക്കുന്ന സമയത്ത് ഈ സാറുമാർ തമ്മിലുള്ള വടംവലി നടക്കുന്നത്. വടം വലിച്ച് ക്ഷീണിച്ച് വന്നൊരു സാറിന് വന്നിട്ട് ഇവന്റെ കയ്യിലിരുന്ന കുപ്പി മേടിച്ചിട്ട് ഈ വെള്ളം അതുപോലെ ഞാൻ കുടിച്ച് ഈ കുപ്പിയും 25 കുപ്പിയിലെ വെള്ളവും 25 ഗപ്പി അകത്തായി. ഇവൻ പേടിച്ച് സാറിൻ്റെ അടുത്ത് പറഞ്ഞില്ല. ഈ സാറിന് വല്ലതും പറ്റുമെന്ന് വിചാരിച്ചു. പിന്നെ എന്തായാലും സാറ് വെള്ളം കുടിക്കാൻ ഒരു ഗുണമുണ്ടായി. ഈ സ്കൂളിലെ ടോയ്ലറ്റിന്റെ സെപ്റ്റി ടാങ്കിൽ നിറച്ച് കൊതുകായിരുന്നു. ഇപ്പൊ പറയാം ഒരൊറ്റ കൊതുകിൽ നിന്ന് ഗപ്പി അത്ഭുതം പ്രവർത്തിച്ചു. എന്തായാലും ഓണക്കാലവും സ്കൂൾ കാലമൊക്കെയാണ് അതൊക്കെ സന്തോഷമായിട്ടിരിക്കുന്നത്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.